ഇന്ന് ഞാൻ ഓഫീസിൽ പോകുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ തന്നെ 2 മണി ആയിട്ടുണ്ട്. ഞങ്ങൾ അലാം ലേണിംഗ് തുടങ്ങിയപ്പോൾ തന്നെ തീരുമാനിച്ചത് കുട്ടികൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുക, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ട്യൂഷൻ ആണ്. ഒരു കുട്ടിക്ക് ടീച്ചർ നൽകണം ക്ലാസ് കൊടുക്കുന്നത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അരീക്കോടുള്ള നമ്മുടെ ഓഫീസിലെത്തിയപ്പോഴേക്കും മോർണിംഗിലുള്ള ഓഫ്ലൈൻ ഇൻഡിവിജ്വൽ ട്യൂഷന്റെ ക്ലാസ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ സ്റ്റുഡൻസിന്റെ കേസിലും ഓൺലൈൻ ക്ലാസ് എന്നത് പ്രാക്ടിക്കൽ അല്ല. മിക്ക സ്റ്റുഡൻസിനും എന്താണ് ഓൺലൈൻ ക്ലാസ് മടിയാണ് ഇരിക്കാൻ. നമ്മുടെ കുട്ടികളിലും പഠനത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് അശ്രദ്ധ കൊണ്ടൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് അവിടെ ക്ലാസ്സിൽ ബേക്കിലായി പോവാറുണ്ട്. അത് പലപ്പോഴും കുട്ടികളുടെ മൈൻഡിൽ അവരെ കൊണ്ട് പഠിക്കാൻ കഴിയൂല, മാർക്ക് വാങ്ങാൻ കഴിയൂല എന്നൊക്കെ ചിന്ത വരും. ഇങ്ങനത്തെ തോട്ട് വന്നാൽ പിന്നെ അത് മാറ്റിക്കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ ടീച്ചേഴ്സ് നമ്മോട് ചോദിക്കൂലേ, എന്താ മോൻ്റെ ഇത്ര മാർക്ക് പറയാൻ കാരണം, അവൻ വീട്ടിൽ നിന്ന് പഠിക്കാറില്ലൊക്കെ നമ്മളോട് ചോദിക്കൂലേ. ഇത് കേൾക്കുന്ന നമ്മുടെ കുട്ടിക്കും എന്താവും സങ്കടമാവും, ഇത് കേൾക്കുന്ന പാരൻസിനും എന്താവും സങ്കടമാവും. അപ്പോൾ ഈ രീതിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്നുള്ളത് ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഇൻഡിവിജ്വൽ ട്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. സോ ആ ഇൻഡിവിജ്വൽ ട്യൂഷനായിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നൈറ്റിൽ ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ പാരൻസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നാളെ കാണാം.